നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലാം, ഇപ്പോ ഈ ക്രിമിനൽ വാസന എന്നൊക്കെ പറയുന്നത് ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ മാറുന്നതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. കാരണം ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന് ഇപ്പോൾ പുറത്തിറങ്ങാം. അത് നല്ല നടപ്പൊക്കെ പരിഗണിച്ചാണ് അവരെ പുറത്തുവിടുന്നത് എന്ന് പറയുന്നു. കാരണം പക്ഷേ ഈ എല്ലാവർക്കും അറിയാം ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള പല വാർത്തകളും വന്നിട്ടുണ്ട്, ഏവർക്കും അറിയാം. പക്ഷേ അവർ നല്ല നടപ്പിന് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. പ്രീത 11 പേർക്കാണ് ഇപ്പൊ നിലവിൽ പരോൾ അനുവദിച്ചിട്ടുള്ളത്. അതിൽ ബാക്കിയുള്ള 10 പ്രതികളായി ശിക്ഷ അനുഭവിച്ചിരുന്ന 10 പേരും മദ്യപിച്ച് അയൽക്കാരോട് ബഹളം ഉണ്ടാക്കിയവരെ, താരതമ്യേന ഏറ്റവും ചെറിയ കുറ്റകൃത്യം ചെയ്ത 10 പേരെയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഒപ്പം കൊലപാതക കേസിൽ ഉണ്ടായിരുന്ന പ്രതി ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെറിനെ കൂടി പുറത്തുവിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ആദ്യം മുതൽ തന്നെ ഷെറിന്റെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ആണ്. ഷെറിൻ ചില മന്ത്രിമാരുടെ പൊന്നോമനയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ 14 വർഷത്തിനുള്ളിൽ 500 ദിവസം പരോളും അതുപോലെ തന്നെ എന്ത് സൗകര്യവും ചെയ്തു കൊടുക്കാൻ ജയിലിൽ ആളുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനാപുരത്തുള്ള ഒരു പത്തനാപുരം സ്വദേശിയായ MLA ഏറ്റവും അടുത്ത ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അത് ശരിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കറിയാം, ഒരു കൊലപാതക കേസിൽ ജയിലിൽ പോകുമ്പോൾ അവർക്ക് ജയിലിൽ ബ്യൂട്ടീഷ്യൻ അടക്കം അവർക്ക് ത്രെഡ് ചെയ്യാനും പരോളിൽ പോകാനും 500 ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5 വർഷക്കാലം പരോളിൽ തന്നെ നിന്നിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് ഇത്രയും പരോൾ ഇവർക്ക് ലഭിക്കുക? ഇനി അഥവാ പോകട്ടെ, ജയിലിൽ പോയ ശേഷം അവർ കുറ്റകൃത്യത്തിലെ പങ്കാളിയല്ല എങ്കിൽ കുഴപ്പമില്ല. ജയിലിൽ പോയ ശേഷം സർവത്ര കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് ജയിലിൽ മാറ്റിയിട്ടുണ്ട്. എന്നും അടിയും പിടിയും വഴക്കും സഹതടവുകാരെ മർദ്ദിച്ചതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ അവരെ അവിടെ നിന്നും ഈ അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് നേരെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എവിടെയൊക്കെ മാറ്റിയാലും പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് അട്ടക്കുളങ്ങര ജയിലിലേക്ക് എത്തുകയും അവിടുത്തെ ജയിൽ വാർഡന്മാരടക്കം എല്ലാവരുടെയും പൊന്നോമനയെ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവിടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഇവർക്ക് ജയിലിൽ വിടുതലിന് വേണ്ടി, അതായത് ജയിലിൽ നിന്ന് പുറത്തു വിടുന്നതിന് വേണ്ടി അപേക്ഷിച്ച ഘട്ടത്തിൽ ആദ്യം ഗവർണർ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്ത് ഗവർണർ ഈ ഫയൽ മടക്കിയതാണ്. രണ്ടാമത് വീണ്ടും ആ ഫയൽ മടക്കിയിട്ടും ഇത്ര വിവാദം ഉണ്ടായിട്ടും ഒക്കെ എത്ര പ്രിയപ്പെട്ടതാണ് അവർ ഈ മന്ത്രിമാർക്കും MLA-മാർക്കും ഒക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കി നോക്കണം. സർക്കാരിന് എത്ര പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ആദ്യഘട്ടത്തിൽ ഗവർണർ മടക്കിയ ഫയൽ വീണ്ടും അത് ശുപാർശയായി, സർക്കാരിന്റെ ശുപാർശയായി അവിടേക്ക് ചെല്ലുമ്പോൾ അതിന്റെ പിന്നിലുള്ള ആൾ, ഈ ഷെറിന് പിന്നിലുള്ള ആൾ എത്ര പവർഫുൾ ആണ് എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഇവർ 14 വർഷം പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ 25 വർഷം പൂർത്തിയാക്കിയ നിരവധി തടവ് പുള്ളികൾ അവിടെ ഉണ്ട്. ആ ഒരു സ്ഥാനത്താണ് 14 വർഷം പൂർത്തിയാക്കിയ ഷെറിന് ഈ അവസരം ലഭിക്കുന്നത്. തീർച്ചയായും അതെ. ഈ ഷെറിന് നിരവധി പേർ അവിടെ ഇങ്ങനെ പുറത്തു വരാനുള്ളവരുണ്ട്. അന്നിട്ട് കാലത്തെ ജയിലിലൊക്കെ, തുറന്ന ജയിലിലൊക്കെ ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നും പുറത്താക്കാതെ ഇവരെ പോലെയുള്ള ഒരാളെ പുറത്താക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഏത് കേസിലാണെന്ന്. നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആൾക്കാർക്ക് ഇത് ആദ്യം കേൾക്കുമ്പോൾ ഇത് ഏത് കേസാണെന്ന് അറിയില്ല. അതായത് അമ്മായിയപ്പനെ കൊന്ന കേസിലെ പ്രതിയാണ് ഇവർ. 14 വർഷം അത് വളരെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ട് ഭർത്താവിന്റെ, ബിനു പീറ്റർ എന്ന് പറയുന്ന അവരുടെ ഭർത്താവിന്റെ അച്ഛനെ കൊന്ന കേസിലെ പ്രതിയാണ്. അങ്ങനെ ആ ഭർത്താവിന്റെ അച്ഛന്റെ കൊലപാതകത്തിന് കാരണമായ ഇവർ, അപ്പോ തീർച്ചയായിട്ടും കൊലപാതക കേസിൽ പ്രതിയായ ഇവരെ വീണ്ടും പുറത്താക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പോട്ടെ, കൊലപാതക കേസിൽ പ്രതിയായ ശേഷം അവർ ഒരു തരത്തിലും മറ്റ് ക്രൈമുകളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല, ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമൊക്കെ സംഭവിച്ചു പോയതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അറിയാം. ഇപ്പൊ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ, ഇപ്പൊ നമ്മൾ ഒരാൾ കൊല്ലാൻ വന്നാൽ ചിലപ്പോൾ സ്വയരക്ഷയ്ക്ക് നമ്മളൊന്ന് അടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തൊന്ന് കുത്തിയാൽ മരിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അങ്ങനെ ഒരു കാര്യമായിരുന്നില്ല. ഇത് വളരെ പ്ലാൻഡായി നടത്തിയ ഒരു മർഡർ ആയിരുന്നു. അതായത് അവരുടെ കൂട്ടുകാരനെയും ചേർത്തുകൊണ്ട്, അവർ ഭർത്താവ് ഉള്ളപ്പോൾ മറ്റൊരാളെയും ചേർത്തുകൊണ്ട് ആ വീട്ടിൽ നടത്തിയ ഒരു വലിയ കൊലപാതകം. ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള മർഡറാണ്. ആ പ്ലാൻഡ് മർഡർ നടത്തിയിട്ടുള്ള ഒരു സ്ത്രീ അതിനുശേഷവും ജയിലിലടക്കം, ജയിൽ സഹതടവുകാരെ മർദ്ദിക്കുന്നു, ജയിലിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഒരു ശാന്തമ്മ എന്ന് പറഞ്ഞൊരു തടവുകാരി വന്ന് പറഞ്ഞത്, ഷെറിന് ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ അവിടെ ആളുണ്ടായിരുന്നു എന്നാണ്. ജയിൽ വാർഡന്മാർ അടക്കമുള്ളവർ അവിടെ താരറാണിയെ പോലെയാണ് അവിടെ ജയിലിനുള്ളിൽ ഇവർ കഴിഞ്ഞത് എന്നുള്ളതാണ്. അത് ഏതാണ്ടൊക്കെ ശരിവെക്കുന്ന കാര്യമാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം എതിർത്ത, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒന്നടങ്കം വന്നൊരു വിഷയം. ഈ വിഷയം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഒരു വിഷയം അന്ന് ഗവർണർ മടക്കിയ ഫയൽ വീണ്ടും ആ ഗവർണറുടെ മുന്നിൽ, മറ്റൊരു ഗവർണറുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ അവരുടെ സ്വാധീനം എത്രമാത്രം വലുതാണെന്ന് നോക്കൂ. അവരുടെ പിന്നിലുള്ളവരുടെ സ്വാധീനം എത്രമാത്രം വലുതാണെന്ന് നോക്കൂ. ഇവരെ കുറിച്ച് നേരത്തെ തന്നെ ജയിലിലടക്കം ചില വാഹനങ്ങൾ വരികയും ആ വാഹനങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ വാഹനങ്ങളിലടക്കം ഇവർ പുറത്തു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്.
അതുപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസ്, അതായത് നമ്മളിപ്പോ ഒരു ജയിലിൽ ഒരാളെ പാർപ്പിക്കുന്നത് അവരുടെ ഇത്തരത്തിലുള്ള പ്രവണതകൾ കുറയാനും അവർക്ക് മാനസാന്തരം വരാനുമാണ്. ജയിലുകൾ മാനസാന്തരം വരുന്ന ഇടങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു മാനസാന്തരവും ഉണ്ടാകാത്ത ഒരാളെ പോലെ ജയിലിൽ കിടന്ന് 14ാമത്തെ വർഷമാണ് അവർ ആ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ വർഷം പോലും, കഴിഞ്ഞ വർഷം പോലും, 14 വർഷം തികയുന്ന വേളയിൽ പോലും അവർ ജയിലിനുള്ളിൽ അടിപിടിയും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. 14 വർഷമായിട്ടും ഒരു മാനസാന്തരവും അവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു രാത്രി വെളുത്തപ്പോൾ ഇപ്പോൾ മാനസാന്തരം ഉണ്ടായി, ഇപ്പോൾ ക്രിമിനൽ വാസനയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് മന്ത്രിമാരുടെയും അത്രയധികം ഭരണസ്വാധീനമുള്ള ആരുടെയോ കയ്യിൽ ആണ് ഇവർ, അല്ലെങ്കിൽ അത്രയും ഭരണസ്വാധീനമുള്ള ആൾക്കാർ ഇവർക്ക് പിന്നിലുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും ഇങ്ങനെ ക്രിമിനലുകളെ, പിന്നെ വേറൊരു കാര്യമുണ്ട്, ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ സർക്കാർ നമ്പർ 1 ആണെന്ന് നമുക്കറിയാം. കൊടിസുനി അടക്കമുള്ളവർക്ക് പരവൽ ലഭിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ കേരളത്തിലെ CPM-ന് ആളെ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലനിൽക്കണമെങ്കിൽ, CPM-ന് തന്നെ നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണമുണ്ടാകുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ഉന്നതന്മാർ ഇവരുടെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ്. അത് മന്ത്രി മാത്രമല്ല, ജയിലിലടക്കം ഇവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്ലാൻഡ് മർഡർ ചെയ്തൊരു സ്ത്രീയെ സാധാരണഗതിയിൽ ഇപ്പൊ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 14 വർഷമല്ല, ജീവിതാവസാനം വരെ എന്നാണ് ഇപ്പോൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ജീവിതാവസാനം വരെ ജയിലിൽ ഇടേണ്ട ഒരാളെ, അവര് ഏതാണ്ട് 30 വയസ്സിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു 28-30 വയസ്സിലാണ് ഈ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ളത്, കൊലപാതകത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം മുമ്പിലുണ്ട്. അതും മാത്രമല്ല, ഈ 14 വർഷവും സുഖമായി ജീവിച്ചു, അടുത്ത കാലങ്ങളിലും സുഖമായി ജീവിക്കാനുള്ള ഒരു സംവിധാനമാണ് കേരളത്തിലെ സർക്കാർ ഷെയറിൽ നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തു നിന്നാണ് മത്സരിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. അത്തരത്തിലാണല്ലോ കേരളത്തിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിമിനലുകൾക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന സർക്കാരായി കേരളത്തിലെ CPM സർക്കാർ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ നോക്കൂ, 10 പേർ, ഇവരുടെ ഒപ്പം 11 പേരെ എന്ന് പറയുമ്പോൾ നാമമാത്രമായി സാധാരണഗതിയിൽ വിടാവുന്ന ആൾക്കാരെ പുറത്തു വിട്ടുകൊണ്ട് മദ്യപിച്ച് അയൽക്കാരോട് വഴക്കുണ്ടാക്കിയ ആൾക്കാരെയാണ് ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പമാണ് കൊലപാതക കേസിലെ പ്രതിയെ കൂടി വിട്ടിരിക്കുന്നത്. അവിടെയാണ് ഭയങ്കരമായ അതിശയം, അല്ലെങ്കിൽ ഭയങ്കരമായ സംശയം തോന്നുന്നത് അവിടെയാണ്. ഏതായാലും അതിനും അപ്പുറം ഒരുപാട് വർഷം ജയിലിൽ കിടന്നിട്ടുള്ള, 25 വർഷത്തിലേറെയായി ജയിലിൽ കിടന്ന് മാനസാന്തരം വന്ന പല ആൾക്കാരും അവിടെ ഉള്ളപ്പോൾ ഇവരെ പോലൊരാളെ ഈ അവസാന നിമിഷം വരെ 14ാമത്തെ വർഷവും അടിയും പിടിയും വഴക്കും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇവരുടെ ആ ക്രിമിനൽ വാസന ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്തുവിടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് ആർക്കോ എന്തിനോ വേണ്ടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സത്യത്തിൽ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമുക്കറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഫയൽ മടക്കിയതാണ്. പക്ഷെ രണ്ടാമത് വീണ്ടും വരുമ്പോൾ, ഇത് നിയമോപദേശം തേടിയപ്പോൾ ഗവർണർക്ക് കിട്ടിയ നിയമോപദേശം അത് രണ്ടാമത് വരുമ്പോൾ വീണ്ടും അത് ചെയ്യണമെന്ന് തന്നെയാണ്. കാരണം സർക്കാർ അയക്കുന്നതാണല്ലോ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഗവർണർ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തത്. അത് മാത്രമല്ല, പക്ഷെ ഗവർണർ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. ഗവർണർക്ക് അറിയില്ലായിരിക്കാം സർക്കാരിന്റെ ശുപാർശ അംഗീകരിക്കണം, ഇവർ അത്ര ഈ തരത്തിലുള്ള ഒരു ക്രിമിനൽ ആണ് എന്നുള്ള ഒരു ചിന്തയോ അല്ലെങ്കിൽ അറിവോ അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ജയിലിലെ നിരന്തര പ്രശ്നക്കാരിയായ ഷെറിൻ പുറത്തു വരുന്നതോടുകൂടി ഇനിയും ജയിലിനകത്ത് പ്രശ്നങ്ങൾ കുറയുകയും പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മന്ത്രിമാർക്കൊക്കെ ഗുണകരമാകുമെങ്കിലും, ചില മന്ത്രിമാർക്കെങ്കിലും അല്ലെങ്കിൽ MLA-മാർക്കും ഒക്കെ ഗുണകരമാകുമെങ്കിലും, പക്ഷെ നാട്ടിലുള്ളവർക്ക് ഷെറിൻ ഇനി ഒരു തലവേദനയാകുമോ എന്നാണ് കണ്ടറിയുന്നത്. അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അട്ടക്കുളങ്ങര, മാവേലിക്കര അടക്കം വിവിധ ജയിലുകളിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ഷെറിനെ കണ്ണൂരിലേക്ക് മാറ്റിയിരുന്നു. അപ്പൊ ഇതിൽ പറയുന്ന കണ്ടീഷൻ തന്നെ ജയിലിൽ നല്ല നടപ്പ് അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്നാണ്. എന്നിട്ടും ഷെറിനെ പരിഗണിക്കുകയാണ് എന്നുള്ളത്. ഇപ്പൊ നമ്മള് ഭാവിയിൽ ഒരു MLA-ക്ക് ആ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാനൊക്കെ ചിലപ്പം ഷെറിനെ പരിഗണിക്കുമായിരിക്കാം, അല്ലേ? തീർച്ചയായും. ഇപ്പോ ഷെറിൻ നല്ല നടപ്പ് പരിശീലിച്ചത് മന്ത്രിമാരുടെ കീഴിലാണോ, അതോ ഏതെങ്കിലും മന്ത്രിക്ക് വേണ്ടിയാണോ നല്ല നടപ്പ് നടത്തിയെന്നൊക്കെയുള്ള സംശയം നമുക്കിപ്പോ ഉണ്ടാകുന്നുണ്ട്. പത്തനാപുരംകാരന്റെ ഒരു മന്ത്രി ഇത്തരത്തിലുള്ള നിരവധി ഫ്രോഡ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, ഇപ്പോ ഈ ജീവമാതാ കാരുണ്യഭവനുമായി ബന്ധപ്പെട്ടും ആ മന്ത്രിയുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. ആ മന്ത്രി തന്നെ കഴിഞ്ഞ മുമ്പത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തായത് ഇത്തരം ഒരു വിഷയത്തിന്റെ പേരിലാണ്. അപ്പൊ അത്തരത്തിലുള്ള മന്ത്രിമാർ നൽകുന്ന ഒരു പരസ്പര സഹായ സഹകരണമാകാം ഇതിന്റെ പിന്നിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയും മന്ത്രിസഭയിൽ നിന്ന്, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് പുറത്താവുകയും ഉമ്മൻചാണ്ടിയെ കരുവാക്കാൻ വേണ്ടി ആ സ്ത്രീ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു എന്ന് വിവരമുള്ള ഒരു മന്ത്രി. ആ മന്ത്രിയുടെ ജീവിതകാലത്തെ ട്രാക്ക് റെക്കോർഡ് മുഴുവൻ നോക്കിയാൽ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവില് നല്ല ക്വാളിറ്റിയുള്ള ഒരാളാണെങ്കിൽ പോലും, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഒരു മന്ത്രി എന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ആളാണെങ്കിലും, ഒരു സൈഡ്
അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള നിരവധി ഫ്രോഡ് സ്ത്രീകളെ പറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ പറ്റി, അത്തരത്തിലുള്ള ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ പറ്റി ഒക്കെ നമുക്ക് അറിവുള്ളതാണ്. ഇപ്പൊ ഈ ജീവമാതാ കാരുണ്യ ഭവനുമായി ബന്ധപ്പെട്ടും ആ മന്ത്രിയുടെ പേര് തന്നെയാണ് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത്തരത്തിലുള്ള മന്ത്രിമാരുള്ളത് കൊണ്ട് കേരളത്തിൽ എന്ത് തെമ്മാടിത്തരവും ഈസിയായി കാണിക്കാം എന്ന സാഹചര്യമാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഇവരൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നാൽ പോലും അതിശയോക്തി ഉണ്ടാവേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും പവർഫുൾ ഇപ്പൊ നമുക്ക് പോലും എത്തപ്പെടാൻ കഴിയാത്തടത്തേക്ക് എത്തപ്പെടുന്ന സ്ത്രീകളാണ് ഇവരൊക്കെ. നമ്മൾ പത്രപ്രവർത്തകരൊക്കെ ആണെങ്കിൽ നമുക്ക് പോലും എത്തപ്പെടാൻ കഴിയുന്നതിന്റെ പരിധിക്കോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ പരിധിയുണ്ട്. നമ്മളൊന്നും അങ്ങനെ ആരുടെയും സഹായം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുമല്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിന് പോലും സഹായം ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം മോശപ്പെട്ട അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ സർക്കാരിന്റെ അവസ്ഥ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പിന്നെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ ക്രിമിനലിസം വളർത്തുന്ന ഒരു സംഘടനയും അല്ലെ ആ ഒരു സംഘടനയുടെ ഭാഗമായി സർക്കാരും ഒക്കെ ഇതിനപ്പുറം അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.